സ്വപ്ന ജോലിക്കായി ഡൗൺലോഡ് ചെയ്യൂ CC ലേണിംഗ് ആപ്പ്. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. CCയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് കൈലാസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് KSEB ഇലക്ട്രിസിറ്റി വർക്കറിൻ്റെ സിലബസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ടാണ്. അപ്പോൾ നമുക്കറിയാമല്ലേ, നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട്. ജൂൺ 3 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 985 വേക്കൻസീസ് ആണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് ഇനിയും കൂടാൻ ചാൻസ് ഉണ്ട്. CCയിൽ ഓൾറെഡി ബാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമുക്ക് എന്താണ് പോർഷൻ നോക്കാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് DOL സ്റ്റാർട്ടർ അല്ലെങ്കിൽ ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടറിനെ പറ്റിയാണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, എ സ്റ്റാർട്ടർ ഇൻ വിച്ച് ദ മോട്ടർ ഈസ് കണക്റ്റഡ് ഡയറക്ട്ലി ടു ദ ഫുൾ സപ്ലൈ. നമ്മൾ 230 വോൾട്ടേജ് ആണ് നമ്മൾ സിംഗിൾ ഫേസിൽ നമ്മളുടെ മാക്സിമം സപ്ലൈ എന്ന് പറയുന്നത്. ആ ഒരു വോൾട്ടേജിലേക്ക് എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, മോട്ടറിനെ കണക്ട് ചെയ്തിരിക്കുന്നു. അതാണ് എന്ത്, ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ഈസ് റെസ്ട്രിക്റ്റഡ് ഓൺലി ടു സ്മോൾ സ്ക്വയറൽ കേജ് ഇൻഡക്ഷൻ മോട്ടേഴ്സ്. അപ്പോൾ ഈ ഒരു DOL സ്റ്റാർട്ടർ എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, ചെറിയ സ്ക്വയറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിന് വേണ്ടി മാത്രമാണ്. പ്രത്യേകത എന്താണ്, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫുൾ സപ്ലൈയിലേക്ക് മോട്ടറിനെ കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് DOL സ്റ്റാർട്ടറിന്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, നമുക്കിതിന്റെ മെയിൻ പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നോക്കിയേ, ഒരു കോണ്ടാക്ടർ ഉണ്ട്, ഒരു ഓവർലോഡ് റിലേ ഉണ്ട്, ഒരു പുഷ് ബട്ടൺ ഉണ്ടല്ലോ, സ്റ്റാർട്ടും ഉണ്ട് സ്റ്റോപ്പും ഉണ്ട്, അതേപോലെ ഫ്യൂസ് അല്ലെങ്കിൽ MCB ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡയഗ്രാം എന്താണെന്ന് നോക്കാം. നോക്കിയേ, ഇവിടെ നമുക്ക് എന്തുണ്ട്, കോണ്ടാക്ടർ ഉണ്ട്, ഓവർലോഡ് റിലേ ഉണ്ട്, അതേപോലെ തന്നെ ഫ്യൂസ് ഉണ്ട്, അതുപോലെ സ്റ്റാർട്ടും സ്റ്റോപ്പും ആയിട്ടുള്ള പുഷ് ബട്ടൺസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡയഗ്രാം കണ്ടല്ലേ. നമുക്കിന്റെ വർക്കിംഗ് നോക്കാം. നോക്കിയേ, ഇൻക്ലൂഡ്സ് എ കോണ്ടാക്ടർ ആൻഡ് എ തെർമൽ ഓവർലോഡ് റിലേ. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ കോണ്ടാക്ടർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് സ്വിച്ച് ആണ്. ആ സ്വിച്ചിനെ വിളിക്കുന്ന പേരാണ് എന്ത്, കോണ്ടാക്ടർ എന്ന് പറയുന്നത്. ഇനിയും തെർമൽ ഓവർലോഡ് റിലേ എന്താണ് നമുക്ക് വഴിയേ പറയാം. നോക്കിയേ, നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രീൻ കളർ സ്റ്റാർട്ട് ബട്ടൺ ഉണ്ടായിരിക്കും. എന്താണ്, ഒരു ഗ്രീൻ കളർ സ്റ്റാർട്ട് ബട്ടൺ ഉണ്ടായിരിക്കും. അത് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഇറ്റ് എനർജൈസ് ദ കോണ്ടാക്ടർ. എന്താ ചെയ്യുന്നത്, നമ്മൾ ഈ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ കോണ്ടാക്ടറിലേക്ക് എന്ത് പോകുന്നു, ഇലക്ട്രിസിറ്റി പോകുന്നു. ഇനി ഇറ്റ് കണക്ടിങ് ദ മോട്ടർ ടു ദ സപ്ലൈ. ആ സമയത്ത് എന്താ പറ്റുന്നത്, നമ്മുടെ മോട്ടറിനെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സപ്ലൈ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമ്മൾ ഗ്രീൻ കളർ സ്റ്റാർട്ട് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോണ്ടാക്ടറിലേക്ക് സപ്ലൈ പോകുന്നു. ആ സപ്ലൈ എന്താ ചെയ്യുന്നത്, മോട്ടറിനെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഈ 230 വോൾട്ടിലേക്ക് കണക്ട് ചെയ്യിക്കുന്നു. ഇനി അവിടെ സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാ, അത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ബട്ടൺ എന്ത് ചെയ്യുന്നു, ആ സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യുന്നു. ഇത് രണ്ടുമാണ് നമ്മുടെ പുഷ് ബട്ടന്റെ പ്രത്യേകത, സ്റ്റാർട്ടും സ്റ്റോപ്പും. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഒരു തെർമൽ ഓവർലോഡ് റിലേ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അതെന്തിനാന്ന് വെച്ചാൽ, ദ പവർ ഇറ്റ് ഇന്ററപ്റ്റ്സ് ദ പവർ ഇഫ് ദ മോട്ടർ ഡ്രോസ് എക്സസീവ് കറണ്ട്. എപ്പോഴെങ്കിലും നമ്മുടെ മോട്ടർ കൂടുതൽ കറണ്ട് എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് ഇത് പവറിനെ ഇന്ററപ്റ്റ് ചെയ്ത് നമ്മുടെ മോട്ടറിനെ സേഫ് ആക്കും. വായിച്ച് നോക്കിയേ, ഇറ്റ് പ്രൊട്ടക്ടിങ് ദ വൈൻഡിങ് ഫ്രം ബേണിങ്. നമ്മുടെ മോട്ടർ വൈൻഡിങ് കത്തിപ്പോകാതെ എന്ത് ചെയ്യുന്നു, ഈ തെർമൽ ഓവർലോഡ് റിലേ നമ്മുടെ മോട്ടറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫുൾ വോൾട്ടേജ് സ്റ്റാർട്ടിങ് ആണ്. കാര്യം എന്താ, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സപ്ലൈയിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്റ്റാർട്ടിങ് ടോർക്ക് വളരെ കൂടുതലായിരിക്കും, അതുപോലെ സ്റ്റാർട്ടിങ് കറണ്ടും വളരെ കൂടുതലായിരിക്കും. ഇത് മൂന്നുമാണ് എന്ത്, DOL സ്റ്റാർട്ടറിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി അഡ്വാൻറ്റേജ് നോക്കാം. സിമ്പിൾ കൺസ്ട്രക്ഷൻ ആണ്, വളരെ ഈസി കൺസ്ട്രക്ഷൻ ആണ്, അതുപോലെ കോസ്റ്റ് കുറവാണ്, മെയിൻ്റനൻസ് കുറവാണ്. കാര്യം എന്ന് വെച്ചാൽ എന്താ, കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസൈനും അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള കമ്പോണൻസ് ഒന്നും എന്തില്ല, DOL സ്റ്റാർട്ടറിൽ ഇല്ല. ഇനി അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് ടോർക്കും വളരെ കൂടുതലാണ്. ഇത്രയാണ് എന്ത്, ഫീച്ചേഴ്സും അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി ഇതിന് കുറച്ച് ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. നോക്കിയേ, സ്റ്റാർട്ടിങ് കറണ്ട് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, വൈൻഡിങ്സ് ഒക്കെ കുറച്ച് എന്താണ് ബേൺ ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി DOL സ്റ്റാർട്ടറിനുണ്ട്. അതുപോലെ തന്നെ എന്താ, വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകും. പിന്നെന്താ, നോട്ട് സ്യൂട്ടബിൾ ഫോർ ലാർജ് മോട്ടർ. നമ്മൾ പറഞ്ഞായിരുന്നു ചെറിയ ഇൻഡക്ഷൻ മോട്ടറാണ് നമ്മൾ DOL സ്റ്റാർട്ടർ റെക്കമെൻഡ് ചെയ്യുന്നത്. വലിയ മോട്ടേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, DOL സ്റ്റാർട്ടർ ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് നോക്കിയ ഒരു മെയിൻ പോയിന്റ് ആണ്, commonly used for 3-phase coil cage induction motor. 3-phase
സ്ക്വയറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിലാണ് നമ്മൾ സാധാരണയായിട്ട് DOL സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല 5 HP 5 ഹോഴ്സ് പവറിൽ താഴെ റേറ്റിംഗ് ഉള്ള മോട്ടേഴ്സ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, DOL സ്റ്റാർട്ടർ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ടെൻഷേഴ്സ് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് നമുക്ക് എന്ത് ചെയ്യുന്നു, ആദ്യമേ തന്നെ ഒരു നല്ലൊരു സ്റ്റാർട്ടിംഗ് ടോർക്ക് നമുക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ അതേ സമയത്ത് എന്ത് ചെയ്യുന്നു, ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റിംഗ് ദ മോട്ടർ ഫ്രം ഓവർലോഡ്. അതുപോലെ തന്നെ ഫോൾട്ട് യൂസിങ് എ കോണ്ടാക്ടർ ആൻഡ് റിലേ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ മോട്ടർ എപ്പോഴെങ്കിലും എക്സസ് കറണ്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ മോട്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതിന് പിന്നിലുള്ള മെയിൻ ആൾക്കാർ ആരൊക്കെയാ, ഈ കോണ്ടാക്ടറും റിലേയുമാണ്. ഈ കോണ്ടാക്ടറും റിലേ ഉള്ളത് കൊണ്ടാണ് നമ്മളുടെ മോട്ടർ എന്ത് ചെയ്യാൻ ബേൺ ചെയ്യാതെ പ്രൊട്ടക്റ്റ് ആയി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, നമ്മൾ ചെറിയ പമ്പ്സുകളിൽ, അതുപോലെ ഫാൻസ്, കംപ്രസേഴ്സിലൊക്കെയാണ് നമ്മൾ, മെഷീൻ ടൂൾസിലൊക്കെയാണ് നമ്മൾ സാധാരണ DOL സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത്. അതിനൊരു റിയൽ ഇമേജ് കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ഇവിടെ സ്റ്റാർട്ട് ബട്ടണും സ്റ്റോപ്പ് ബട്ടണും ഉണ്ട്. നോക്കിയേ, ഒരു കോണ്ടാക്ടർ ഉണ്ട്, അതുപോലെ തെർമൽ ഓവർലോഡ് റിലേ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ പാർട്സ് ഓഫ് DOL സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ CC ഓൾറെഡി ബാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ജോയിൻ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആയിട്ടുള്ള CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. CC ലേണിംഗ് ആപ്പിൽ നിങ്ങൾ KCB ഇലക്ട്രിസിറ്റി വർക്കിന് പഠിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. ഫ്രീ ഡെയിലി മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ ഫ്രീ ക്വിസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എല്ലാം അവൈലബിൾ ആണ്. താങ്ക് യു.